ഈ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടായിരുന്നല്ലോ. ഞാൻ ബാക്ക് പീസിൽ ഇതേപോലെ അടിച്ചു, രണ്ട് ടക്ക് ഇട്ടിട്ടുണ്ട്, ബാക്ക്പടി അടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് പീസിൽ ടക്കിട്ടു, കട്ടിങ് പീസൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ട്. കൊളുത്തുപടി, ഇത് അരിപ്പടി എന്ന് പറയും, നമ്മൾ കൊളുത്തെടുത്ത പടി. ഇതെല്ലാം അടിച്ച് കറക്റ്റാക്കട്ടെ കേട്ടോ. ഇതേപോലെ വരും. ഞാൻ പറയാൻ പോകുന്നത്, ഈ രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്യുമ്പം നമ്മളിങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് കറക്റ്റായിരിക്കും. ഇതിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല. നമ്മൾ ഈ ഇറക്കത്തിൻ്റെ സൈഡ് കറക്റ്റായിരിക്കും. ഞാൻ നേരത്തെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ട് നോക്കി ആ രീതിയിൽ കട്ട് ചെയ്താൽ, കട്ട് ചെയ്തതിന് ശേഷം തയ്ച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. ഓക്കെ. ഇപ്പോൾ ഷോൾഡർ ചേഞ്ച് ചെയ്ത് കൈ സ്ലീവ് പിടിപ്പിച്ച് അടിച്ചാൽ മതി. നെക്ക് ഭാഗം കൂടെ അടിച്ചാൽ മതി. പറയാൻ വന്നേക്കുന്നത്, ഇത് രണ്ട് സൈഡുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഒട്ടും വ്യത്യാസം വരത്തില്ല. ഞാൻ ബാക്കിനേക്കാളും ഫ്രണ്ട് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കാൻ പറയുമ്പോൾ ആ തയ്യൽ തുമ്പ് എല്ലാം പോയി കഴിഞ്ഞ് സൈഡിൽ ജോയിൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ. ഈ രീതിയിലെല്ലാം ചെറിയ പോയിൻ്റ് പോലും ഞാൻ എടുത്ത് പറഞ്ഞ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് തുടർന്ന്. ഇപ്പം നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക, വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, വാട്സപ്പിൽ വരിക. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങളെ ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കി തന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, കട്ടിങ് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റിലൂടെ നിങ്ങൾക്ക് വേണമെന്നുള്ള അറിഞ്ഞനുസരിച്ച് എനിക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.